ജൂലൈ 10 അവകാശ ദിനം അംഗൻവാടി ജീവനക്കാർ കരിദിനമായി ആചരിച്ചു. ഇതോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലെ ജീവനക്കാർ കാഞ്ഞങ്ങാട്ടെ മുഖ്യ തപാൽ ഓഫീസ് കേന്ദ്രീകരിച്ച് മാർച്ചും ധർണയും നടത്തി. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, നിയമപരമായ മുഴുവൻ ആനുകൂല്യങ്ങളും നൽകുക, സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായം ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ടെ മുഖ്യ തപാൽ ഓഫീസ് കേന്ദ്രീകരിച്ച് മാർച്ചും ധർണയും നടത്തിയത്. ജൂലൈ 10 അവകാശ ദിനം കരിദിനമായി ആചരിച്ചുകൊണ്ടായിരുന്നു അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഷേധം. കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് മുഖ്യ തപാൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ CITU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് ആ ഗാന്ധിജിയുടെ ജന്മദിനത്തിൽ 1975 ഇങ്ങനെയൊരു കുട്ടികളുടെയും സ്ത്രീകളുടെയും ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. ഇപ്പൊ നൂറ്റാണ്ട് പിന്നിടുമ്പോഴുള്ള പ്രശ്നം എന്താ? നാട്ടുകാരുടെ ആരോഗ്യം കാക്കാൻ വേണ്ടി പോയ അംഗനവാടിക്കാരുടെ ആരോഗ്യം പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവകാശ ദിനം കരിദിനമായിട്ട് ആചരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത്രയേറെ ദുരിതപൂർണമാവുകയാണ്. നേരത്തെ നിശ്ചയിച്ച ചുമതലകൾക്ക് പുറമെയാണ് ഓരോ ഘട്ടത്തിലും നാട് ഭരിക്കുന്ന സർക്കാരുകളുടെ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അധിക ചുമതലകൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഇതിന്റെ എല്ലാം ഫലമായിട്ട് യഥാർത്ഥത്തിൽ കുട്ടികളെക്കാളും ഗർഭിണികളെക്കാളും വിരൾച്ചയുള്ളവരായിട്ട് അംഗനവാടി ജീവനക്കാർ മാറുന്നു. അങ്ങനെ ഒരു കണക്കെടുക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PP രാധാമണി അധ്യക്ഷയായി. അസോസിയേഷൻ നേതാക്കളായ KV രാഗിണി, NT ലക്ഷ്മി, ഷോജ വിജയൻ, V സാവിത്രി, V ഉഷ, K ഭാർഗവി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി P വസന്തകുമാരി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.